ഹായ് ഹലോ, ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. ഈ ഫുൾ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റി എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ തയ്യാറാക്കിയാലും ബീഫ് തയ്യാറാക്കിയാലും ഒക്കെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉലുവ പൊട്ടിക്കാറുണ്ട്. അങ്ങനെ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അതായത് പാത്രത്തിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മണം മാറുന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് സവാള പേസ്റ്റാക്കിയാണ് ചേർക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഞാൻ കൊത്തിയരിഞ്ഞ് ഒന്ന് പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ടൊമാറ്റോ കൂടി ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൊമാറ്റോയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഈ രണ്ട് പേസ്റ്റും നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഒരു ടൊമാറ്റോയും കുറച്ച് പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് വഴണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ ഗരം മസാല, അങ്ങനെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഇതെല്ലാം തന്നെ ഈ സമയത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതങ്ങനെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ആവശ്യത്തിനുള്ള പൊടിവകകളൊക്കെ ഞാൻ ചേർത്ത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചിക്കൻ നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് പിടിക്കുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ അപ്പം ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ചേർക്കുക. അപ്പം നമ്മൾ ഈ ചിക്കൻ വേവുന്ന സമയത്ത് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ കിട്ടും. അല്ല, ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാൻ പോവുകയാണ്. അല്പം മല്ലിയില കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നതിന് ശേഷം അടച്ച് വെക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഏകദേശം ഇവിടെ പകുതി വേവായി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇവയൊക്കെ ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ കുക്കായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് വെറൈറ്റിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇത് ചെയ്ത് നോക്കിയത്. ഇനി ആ ഒരു തേങ്ങ വറുത്ത എണ്ണയിൽ തന്നെ നമുക്കൊന്ന് കടുക് വറക്കാം. അപ്പം നമ്മളിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ, അതായത് നല്ല രീതിയിൽ എണ്ണ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഈ കടുക് വറുത്തതെല്ലാം കൂടി നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ ഒരു നല്ല ടേസ്റ്റി ചിക്കനാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നും ഈ ഉള്ളിയൊക്കെ വഴറ്റാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുക. താങ്ക് യു.